കഴിഞ്ഞ ദിവസം വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഞെട്ടിക്കുന്ന വാർത്ത നമ്മൾ കേട്ടായിരുന്നു അല്ലേ. വൺ പ്ലസ് ഫാൻസിനൊക്കെ ഷോക്കിംഗ് ആയിരുന്നു ആ ന്യൂസ്. അതായത് US മാർക്കറ്റും യൂറോപ്പ് മാർക്കറ്റും വൺ പ്ലസ് ലീവ് ചെയ്യാൻ പോകുന്നുള്ള ന്യൂസായിരുന്നു കേൾക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ അവരുണ്ടായിരിക്കും, എങ്കിൽ പോലും ഇതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. എങ്കിലിതാ ഇന്നലെ നത്തിങ് ഫോണിൻ്റെ സൈഡിൽ നിന്നും ഒരു ന്യൂസ് വന്നിരിക്കുകയാണ്. അതായത് വൺ പ്ലസിൻ്റെ പുറകെ തന്നെ നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡും ലീവ് ചെയ്യാൻ പോവുകയാണ്. സ്ലോലി ഗ്ലോബൽ മാർക്കറ്റ് ലീവ് ചെയ്യാൻ പോകുന്നുള്ള കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. മിഡിൽ ഈസ്റ്റും ജപ്പാനും യൂറോപ്പും ലീവ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ പ്രൈമറിലി കേൾക്കുന്നത്. പക്ഷേ എക്സാക്ട്ലി ഏതൊക്കെ രാജ്യങ്ങളാണ് ലീവ് ചെയ്യാൻ പോകുന്നതെന്നുള്ള എക്സാക്ട് ന്യൂസും ഇൻഫർമേഷനും ഒന്നും റിപ്പോർട്ട് പുറത്തു വിടുന്നില്ല. ആൻഡ് നത്തിങ്ങിന്റെ സൈഡിൽ നിന്ന് ചൈനയിലും ലണ്ടനിലും ഒക്കെ അവരുടെ 40 to 50% വർക്ക് ഫോഴ്സ് റിഡ്യൂസ് ചെയ്യുന്നതായിട്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്യുകയാണ് ഈ പറയുന്ന ക്ലെയിമിന് അല്ലേ. ഇവിടെ മേജർ ആയിട്ട് വരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് പ്രൈസ് ഇൻ മെമ്പർഷിപ്പ്. അത് ഈ മെമ്പർഷിപ്പിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ട്രോങ്ങർ ആയിട്ട് മാർക്കറ്റിൽ ഇല്ലാത്ത ബ്രാൻഡുകളൊക്കെ ഇത് നന്നായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. നത്തിങ് ഫോണിന്റെ കേസിൽ ബെസ്റ്റ് പെർഫോമിംഗ് മാർക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ്. അതുകൊണ്ട് തൽക്കാലം ഇന്ത്യൻ മാർക്കറ്റിനെ ഒന്നും സംഭവിക്കത്തില്ല, അത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതായത് കഴിഞ്ഞ Q2 ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തത് ഇന്ത്യൻ മാർക്കറ്റിലാണ് നത്തിങ്ങിന്റെ കേസിൽ. ഈ വന്നിരിക്കുന്ന റിപ്പോർട്ട് റിയൽ ആണെന്നും പറയുന്നുണ്ട്, ഫേക്ക് ആണെന്നും പറയുന്നുണ്ട്. പക്ഷേ നത്തിങ്ങിന്റെ കേസിൽ അവരുടെ CEO ഇത് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് കരുതിയിട്ട് റിജക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിത് ശരിക്കും ഒന്ന് അറിയണം. അതായത് മുമ്പോട്ട് പോകും തോറും നമുക്ക് ഇതിന്റെ കൂടുതൽ ക്ലാരിറ്റി കിട്ടുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്.